സയ്യാരെ വളരെ നല്ല സിനിമയാണ്. എന്ന് പറയുമ്പോൾ ഡയറക്ടർ മോഹിത് സുരിയുടെ ഫിലിം എന്ന് കണ്ടിട്ടാണ് ഞാൻ കയറിയത്. കാരണം പുള്ളി വളരെ മികച്ച നല്ല നല്ല പ്രണയ സിനിമകളായാലും അല്ലാതെ എല്ലാം വളരെ നന്നായിട്ട് ഉള്ള സിനിമകൾ ചെയ്തിട്ടുള്ളതാണ് മോഹിത് സുരി. പിന്നെ ഇതിൽ 2 പുതിയ ആക്ടേഴ്സാണ്, അഹാൻ പാണ്ഡെയും പിന്നെ ആ പെൺകുട്ടിയുടെ പേര് എനിക്കറിയില്ല, നായികയുടെ. 2 പേരും വളരെ ഭംഗിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് എന്ന് പറയും. പിന്നെ ഇതൊരു മ്യൂസിക്കൽ ഫിലിമെന്ന് വേണമെങ്കിൽ പറയാം. പാട്ടിന് വളരെയധികം പ്രാധാന്യമുള്ള സിനിമയാണ്. നല്ല നല്ല പാട്ടുകളുണ്ട്, ഒരുപാട് പാട്ടുകളുണ്ട്. പിന്നെ ഇതിലെ കഥ എന്ന് പറയുമ്പം പ്രത്യേകിച്ച് ഒരു പുതുമയുള്ളതല്ല. നമ്മൾ ഈ പഴയ ആഷിക്കി 2 അങ്ങനെ കുറേ ഹിന്ദിയിൽ കുറേ പാട്ടും ഇതും കൂടെ മിക്സ് ചെയ്ത് ഉള്ള സിനിമകളാണ്. അതേ കഥ തന്നെയാണ്, അതേമാതിരിയുള്ള കഥ തന്നെയാണ്. പക്ഷേ സിനിമ എടുത്തിട്ടുള്ള ഇത് വെച്ചിട്ട് നമുക്ക് വളരെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ 2 ന്യൂ കമേഴ്സിൻ്റെ അഭിനയം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഒരു 2-2.5 മണിക്കൂർ സിനിമയിൽ ഒരു 2 മണിക്കൂറും ഇവരുടെ പെർഫോമൻസാണ്. 2 പേരും മത്സരിച്ച് അഭിനയിച്ചിട്ടുണ്ട്, 2 പേരും. പിന്നെ പാട്ടുകൾ സിനിമാറ്റോഗ്രാഫി വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്ത് പോകുന്ന സിനിമയാണ്. പിന്നെ പ്രത്യേകിച്ച് കഥയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു പെൺകുട്ടി ഒരു പാട്ട് എഴുതുന്ന ആൾ, പയ്യൻ വലിയ പാട്ടുകാരനാവാൻ ആഗ്രഹിക്കുന്ന ആൾ, പിന്നെ അതിനുള്ള അവരുടെ സ്ട്രഗ്ലിങ്ങും, പിന്നെ സ്ഥിരം ഹിന്ദി സിനിമയിലെ എലമെൻ്റ് തന്നെയാണ് ഉപയോഗിച്ചേക്കുന്നത്. അതിനിടയിൽ നായികയ്ക്കൊരു അസുഖം വരുന്നു, പിന്നെ അത് സ്ഥിരം നമ്മൾ ഒരുപാട് കണ്ടുപിടുത്തതാണ്. അപ്പോൾ നായകൻ കൂടെ നിൽക്കുന്നു, പിന്നെ അതെല്ലാം കൂടെ ഒരു ഇമോഷൻസും ഇതെല്ലാം കൂടെ കണക്ട് ചെയ്ത് എടുത്തിട്ടുള്ള ഒരു മൂവിയാണ്. ഫണ്ണെന്ന് പറഞ്ഞൊരു തരുമ്പം നമുക്ക് തമാശയായിട്ടുള്ളതല്ല, വളരെ സീരിയസ് ആയിട്ടുള്ള, നമുക്ക് ഈ സിനിമ കണ്ടാൽ നമുക്കറിയാതെയൊക്കെ ഒന്നുകൂടെയൊക്കെ പ്രേമിക്കാനൊക്കെ തോന്നും. അമ്മാതിരി അത്രയ്ക്ക് അവർ തമ്മിലുള്ള ഒരു ബോണ്ടിങ്, ഭയങ്കര ഡീപ്പായിട്ടുള്ള ഒരു ബോണ്ടിങ് കാണിക്കുന്ന സിനിമയാണ്. എന്ന് പറയുമ്പോൾ ആഷിക്കി 2 സിനിമ ആയിട്ടില്ലേ, അതിൻ്റെ ആഷിക്കി 2 എടുത്തത് മോഹിത് സുരിയാണ്. അതേമാതിരി നമുക്ക് വളരെ ഒരു ഫീൽ ചെയ്യും, നമ്മളെ ഹാർട്ടൊക്കെ ടച്ച് ചെയ്യുന്ന സിനിമയാണെന്ന് നമുക്ക് ബോധമുണ്ടെങ്കിൽ നമുക്ക് അതിലെ ചില രംഗങ്ങളെ കാണുമ്പോൾ നമുക്ക് അറിയാതെ കരച്ചിലൊക്കെ വന്നു. അമ്മാതിരി ഉള്ള ഒരു സിനിമ, നല്ല മൂവിയാണ്, നമ്മൾ ധൈര്യമായിട്ടും വന്ന് കാണാം. ഞാൻ കണ്ട ഷോയിൽ ഫുള്ള് ഹിന്ദി നോർത്ത് ഇന്ത്യൻ സൈഡുള്ള ആൾക്കാർ ഫുള്ള് ഹൗസ്ഫുള്ളായിട്ടുള്ള ഷോ ആണ് കണ്ടത്. വളരെ നല്ലൊരു ഹിന്ദി സിനിമ. മിക്കവാറും ഈ സിനിമ ചിലപ്പോൾ ഒരു ഹിറ്റാവാൻ സാധ്യതയുള്ളൊരു മൂവിയാണ്.